ആദ്യമായിട്ട് ജിമ്മിൽ പോയി തുടങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാനെന്താ ഇത് പറയാൻ കാര്യം എന്ന് വെച്ചാല്, എനിക്ക് കുറെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അപ്പൊ ആ അബദ്ധങ്ങൾ നിങ്ങൾക്ക് പറ്റാതിരിക്കട്ടെ, അതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ ആദ്യമായിട്ട് പോകുന്ന ജിമ്മും അതുപോലെ ആദ്യമായിട്ട് പഠിക്കുന്ന വർക്കൗട്ട്സ് ഒക്കെ നമ്മളെ ഒരുപാട് അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് ആദ്യമായിട്ട് പോകുന്ന ഒരു ജിമ്മും ആദ്യമായിട്ട് സെലക്ട് ചെയ്യുന്ന ട്രെയിനറും ഒക്കെ നന്നായിട്ട് നോക്കി സെലക്ട് ചെയ്യുക. ഓക്കെ, അത് നമ്മളെ ഫ്യൂച്ചറിലേക്ക് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആദ്യം തന്നെ ജിമ്മ് സെലക്ട് ചെയ്യുമ്പോൾ നല്ലൊരു ജിമ്മ് സെലക്ട് ചെയ്യുക. നല്ലൊരു ജിം ഇൻ ദ സെൻസ് അവിടുത്തെ മെഷീൻസ് എല്ലാം അങ്ങ് പുതിയതായിരിക്കണം, ഭയങ്കര സെറ്റപ്പ് ആയിരിക്കണം, അങ്ങനെയല്ല. മെഷീൻസ് ഒക്കെ പഴയതാണെങ്കിൽ കൂടി വെൽ മെയിൻറ്റൈൻഡ് ആയിരിക്കണം. ഓക്കെ, അതുപോലെ അത്യാവശ്യം ഹൈജീൻ ഉണ്ടാവണം. ഞാൻ ആദ്യമായിട്ട് പോയ ജിം എന്ന് പറയുന്നത് വല്ലാത്തൊരു അവസ്ഥയാണ് ആ ജിമ്മിൽ എന്ന് പറയുന്നത്. കാര്യം അവിടെ ഹൈജീൻ്റെ കാര്യം പോട്ടെ, അവിടുത്തെ മെഷീൻസ് എല്ലാം ഭയങ്കര മോശമായിരുന്നു. മോശം മെഷീൻസ് എന്ന് പറയുന്നത് മെഷീനൊന്നും മെയിൻറ്റൈൻഡ് അല്ല. അതായത് ഇപ്പോൾ ഫ്ലൈസ് എന്ന് പറയുന്ന വർക്കൗട്ട് ചെയ്യുന്ന മെഷീൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഈക്വലായിട്ടാണ് നമുക്ക് പോകേണ്ടത്. പക്ഷേ ആ മെഷീൻ ആണെങ്കിൽ ഓരോ സൈഡ് ഒരു ലെഫ്റ്റ് ആണെങ്കിൽ ഇത്രയും പൊങ്ങിയിട്ടും അതിൽ റൈറ്റ് ആണെങ്കിൽ താന്നിട്ടും. അതുപോലെ ഷോൾഡറിൻ്റെ വർക്കൗട്ട് ചെയ്യുന്ന മെഷീൻസിൻ്റെ ആണെങ്കിലും അങ്ങനെ മെഷീൻസ് ഒന്നും വെൽ മെയിൻറ്റൈൻഡ് അല്ല. എനിക്ക് ഇഞ്ചുറി പറ്റി, നന്നായിട്ട് ഇഞ്ചുറി പറ്റി. പിന്നീട് ഞാൻ ട്രീറ്റ്മെന്റ് എടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പോകുന്ന ജിമ്മ് അത്യാവശ്യം മെഷീൻസ് ഒക്കെ മെയിൻറ്റൈൻ ആണോ എന്ന് നോക്കണം. അപ്പോൾ അവിടെ പോയിട്ടുള്ളവരോട് ചോദിക്കുക, എന്നിട്ടേ ജോയിൻ ചെയ്യാവൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചുറി പറ്റും. നമുക്ക് ആദ്യം പറ്റുന്ന ഇഞ്ചുറീസ് ഒക്കെ പറഞ്ഞാൽ നന്നായിട്ട് നമ്മളെ ബാധിക്കും. അതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ജിമ്മ്, മെഷീൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ജിമ്മ് നോക്കി സെലക്ട് ചെയ്യുക. രണ്ടാമത് ട്രെയിനറിന്റെ കാര്യം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ജിമ്മിലൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ട്രെയിനറും പുള്ളി പറഞ്ഞു തരുന്ന കാര്യങ്ങളും നമ്മളെ ഒരുപാട് അഫക്റ്റ് ചെയ്യും. കാര്യം പുള്ളി ആദ്യമായിട്ട് പറഞ്ഞ കാര്യങ്ങളായിരിക്കും നമ്മുടെ മൈൻഡിൽ എപ്പോഴും കിടക്കുന്നത്. അപ്പോൾ അത്യാവശ്യം കാര്യങ്ങൾ അറിയാവുന്ന പ്രോപ്പറായിട്ടുള്ള പോസ്റ്ററുകളും അതുപോലെ എന്ത് ചെയ്യുക, മസിൽസിനെ പറ്റിയിട്ടും വർക്കൗട്ട്സിനെ പറ്റിയിട്ട് അത്യാവശ്യം നന്നായിട്ട് അറിയാവുന്ന സർട്ടിഫിക്കേഷൻസ് ഒക്കെ ഉള്ള ഒരു ട്രെയിനറെ നോക്കി സെലക്ട് ചെയ്യണം. അല്ലെങ്കിൽ അങ്ങനെ ഒരു ട്രെയിനറുള്ള ജിമ്മിൽ പോകണം. അതുപോലെ ആ ട്രെയിനർമാരുടെ കാര്യത്തിൽ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ, നമ്മൾ ആദ്യമായിട്ടൊക്കെ പോയി വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ട്രെയിനർ ആണോ എന്ന് നോക്കണം. കാര്യം അതും നമ്മളെ ആദ്യമായിട്ട് അഫക്റ്റ് ചെയ്യും. ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് പോയ ജിമ്മിൽ തന്നെ ആണെങ്കിൽ പുള്ളിക്ക് വർക്കൗട്ട്സിനെ പറ്റിയിട്ടോ അങ്ങനെ വലിയ ധാരണയൊന്നുമില്ല, പോസ്റ്ററിനെ പറ്റിയിട്ടോ ഒക്കെ. പുള്ളി എന്താ പറയുക, പുള്ളി കുറച്ച് വെയിറ്റ്സും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്, അത്യാവശ്യം ജിമ്മെന്ന് പറഞ്ഞ് ഓടിക്കുന്നുണ്ട്. പുള്ളിയുടെ ബോഡി തന്നെ അറിയാം പുള്ളി ഒട്ടും വർക്കൗട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ പുള്ളി ഫിറ്റല്ല. അപ്പം അങ്ങനെയാണ് ജിമ്മ് നടത്തിക്കൊണ്ടിരുന്നത്. പിന്നീട് നമുക്ക് പുള്ളി എന്താ പറയുന്നത്, ഇവൻ്റെ യൂട്യൂബിൽ വർക്കൗട്ട് പറയുന്ന കണക്കാണ് ജനറലായിട്ട് പറഞ്ഞു തന്നിട്ട് പോകുന്നത്. നമ്മുടെ കൂടെ നിന്ന് ചെയ്യിപ്പിക്കുകയോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് വരരുത്. നിങ്ങൾ പോകുന്നത് ഒരു പേഴ്സണൽ ട്രെയിനിങ് തരുന്ന രീതിയിലുള്ള ജിമ്മിലേക്ക് പോവുക. ആദ്യം നിങ്ങൾക്ക് നല്ല രീതിയിൽ ട്രെയിനിങ് കിട്ടി, നല്ല രീതിയിൽ മസിൽസിനെ പറ്റിയിട്ടും വർക്കൗട്ട്സിനെ പറ്റിയിട്ടും എങ്ങനെ ചെയ്താൽ എങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ ബോഡിയിൽ കിട്ടുക എന്നുള്ളതും ഡയറ്റ് പ്ലാനെ പറ്റിയിട്ടും അതുപോലെ പോസ്റ്ററൊക്കെ പറഞ്ഞു തരികയെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനെ പറ്റിയൊക്കെ ഒരു നല്ല രീതിയിലുള്ളൊരു നോളജ് കിട്ടുക എന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഓക്കെയാണ്. പിന്നീട് ആ ജിമ്മിലായാലും മറ്റേതെങ്കിലും ജിമ്മിൽ പോയാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം ചെയ്യുന്ന കാര്യങ്ങൾ, ആദ്യം പോകുന്ന ജിമ്മിലെ ട്രെയിനറും അത് രണ്ടും നന്നായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അത് അഫക്റ്റ് ചെയ്യും. അപ്പൊ അത് രണ്ടുമാണ് നമുക്ക് ജിമ്മിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. ബാക്കി നിങ്ങളുടെ കാര്യമാണ്, നിങ്ങളെ പറ്റിയാണ് പറയാനുള്ളത്. ഇപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ജിമ്മിൽ ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കൂടെ ഒരാളെയും കൂടെ കൊണ്ടുപോയി ജോയിൻ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതായത് നമ്മുടെ ഒരു ഫ്രണ്ടിനെയും കൊണ്ടുപോയി ജോയിൻ ചെയ്യാതെ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ജോയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്താന്ന് വെച്ചാൽ നമുക്കൊരു കൺസിസ്റ്റൻസി, നമ്മൾ ഡെയിലി വർക്കൗട്ടിന് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് പോകുന്നതിനാണ് നല്ലത്. നമ്മളിപ്പോൾ ഒരു ഫ്രണ്ടോട്ട് പോയി ജോയിൻ ചെയ്തെന്ന് വെച്ചോ, ഇപ്പോൾ ഒരു ദിവസം അവൻ വരുന്നില്ല, അവനിലാണെങ്കിൽ നമ്മളും പോകാതിരിക്കും, നമ്മൾ പോയില്ലെങ്കിൽ അവനും പോയിരിക്കും. അങ്ങനെ ആകെപ്പാടൊരു മടി മാത്രമായിരിക്കും അവിടെ നടക്കുന്നത്, പോകലുണ്ടാവില്ല. അതുപോലെ തന്നെ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട്സ് ആകുമ്പോഴത്തേക്ക് പറയാൻ ഒരുപാട് കഥകളുണ്ടാവും. അത്ര മോട്ടിവേഷൻ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അവിടെ സംസാരമായിരിക്കും നടക്കുന്നത്. അപ്പോൾ ഒറ്റയ്ക്ക് തന്നെ പോയി അഡ്മിഷൻ എടുക്കുക, ഒറ്റയ്ക്ക് തന്നെ പോയി തുടങ്ങുക. അവിടെ ചിലപ്പോൾ ഫ്രണ്ട്സിനെ കിട്ടും, അവിടെ വർക്കൗട്ട് ചെയ്യുന്ന ഒരുപാട് നല്ല ആളുകളുണ്ടാവും. അതായത് ഏത് ജിമ്മിൽ പോലും എനിക്ക് തോന്നുന്നത് ജിമ്മിൽ നിൽക്കുന്നവരെല്ലാം നമ്മുടെ ഫ്രണ്ട്സാണ്. അവിടെ എല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ പോയ ജിമ്മിലാണെങ്കിൽ പോലും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമായി പോയ ജിമ്മിൽ തന്നെ ജിം മാസ്റ്ററൊക്കെ മോശമാണെന്നേ ഉള്ളൂ, ബാക്കി അവിടെ നിന്ന് ആളുകളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ അവരുടെയൊക്കെ ഹെൽപ്പ് കൊണ്ടാണ് എനിക്ക് അത്യാവശ്യം ഇഞ്ചറി ഒന്നും പറ്റാതെ അത്യാവശ്യം ഒരു വർക്കൗട്ടൊക്കെ പഠിക്കാൻ പറ്റിയത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഒറ്റയ്ക്ക് തന്നെ പോയി അഡ്മിഷൻ എടുക്കുക, ഒറ്റയ്ക്ക് തന്നെ പോകാൻ ശ്രമിക്കുക. അപ്പോൾ പതുക്കെ കൊണ്ട് ഫ്രണ്ട്സൊക്കെ വരും. അപ്പോൾ ഫ്രണ്ട് ഇല്ലെങ്കിലും നമുക്ക് പോകാൻ പറ്റും, ഫ്രണ്ട് ഉണ്ടെങ്കിലും പോകാൻ പറ്റും. ഓക്കെ, പിന്നീട് അടുത്ത കാര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ജിം എന്ന് പറയുന്നത് ലോങ് ടൈം കമ്മിറ്റ്മെന്റ് ആണ്. നമുക്കൊരു 10 ദിവസം കൊണ്ട് മസിൽ വരിക, 20 ദിവസം മസിൽ വരിക, അല്ലെങ്കിൽ ഒരു മാസം, ഒരു വർഷം, അങ്ങനെയൊന്നുമല്ല. ഏതൊരു വീഡിയോയിൽ പറഞ്ഞാണെങ്കിൽ നമ്മൾ ഒരിക്കൽ കയറി കഴിഞ്ഞാൽ പിന്നീട് നമ്മളത് വിട്ട് വരരുത്, നമ്മൾ അതുമായിട്ട് തന്നെ നിൽക്കുക. അങ്ങനെയാണെങ്കിൽ ബോഡി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുള്ളൂ. നമ്മൾ കുറച്ച് നാൾ പോയി നിർത്തി കഴിഞ്ഞ് പിന്നെയും പോകുന്നു, അങ്ങനെ ഒരു സംഭവം ഉണ്ടാവരുത്. നമുക്കൊരു കൺസിസ്റ്റൻസി ഉണ്ടാവണം. അടുത്തത് എനിക്ക് പറ്റിയ മറ്റൊരു അബദ്ധം എന്ന് പറയുന്നത് വർക്കൗട്ട്സിന്റെ കാര്യത്തിലായിരുന്നു. അതായത് വർക്കൗട്ടൊക്കെ ഞാൻ പഠിച്ചു വന്നു, അത്യാവശ്യം അവിടെ നിന്ന് ആളുകളുടെ കൂടെ ഒക്കെ നിന്ന് അത്യാവശ്യം നല്ലാണ്ട് അറിയാവുന്നവരെയൊക്കെ കൊണ്ട് ഞാൻ വർക്കൗട്ട്സ് ഒക്കെ പഠിച്ചു വന്നു. പക്ഷേ ഏത് വർക്കൗട്ട് എന്ന് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതായത് ഞാൻ ഒരു ദിവസം പോകുന്ന ചെസ്റ്റ് ചെയ്യുന്നു, ചിലപ്പോൾ പിറ്റേ ദിവസം പോയി ചെസ്റ്റ് തന്നെ ചെയ്യുന്നു, ബൈസ് ചെയ്യുന്നു, അങ്ങനെ എന്തൊന്നുമില്ലാതെ ഓരോ ദിവസം ഓരോ വർക്കൗട്ടാന്നേ ഉള്ളൂ, എന്തൊക്കെയോ ഒന്ന് ചെയ്യുന്നു. അങ്ങനെയായിരുന്നു. അങ്ങനെ ആവാൻ പാടില്ല. ഓരോ വർക്കൗട്ടിന് ശേഷം ഗ്യാപ്പ് കൊടുക്കുക, സ്പെസിഫിക് ഗ്യാപ്പ് കൊടുത്തതിന് ശേഷമേ അടുത്ത വർക്കൗട്ട് ചെയ്യാവൂ. ഇപ്പോൾ ഒരു ദിവസം പോയി ബൈസ് ചെയ്തു, പിറ്റേ ദിവസം ബൈസ് തന്നെ
തന്നെ ചെയ്യരുത്. അതിന് ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം ആ മസിൽ റിക്കവർ ആവാനുള്ള സമയം കൊടുത്തതിന് ശേഷം മാത്രമേ ആ മസിൽ പിന്നെയും ചെയ്യാവൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ വർക്കൗട്ട് എത്ര ചെയ്തിട്ടും കാര്യമില്ല. അപ്പോൾ പ്രോപ്പർ റെസ്റ്റും ഇതിന്റെ ഒരു മെയിൻ കാര്യമാണ്. അപ്പോൾ അത് നോക്കിയതിന് ശേഷം മാത്രമേ ആ വർക്കൗട്ട് തന്നെ പിന്നെയും ചെയ്യാവൂ. പിന്നീട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഫുഡിന്റെ കാര്യമാണ്. അപ്പോൾ ഫുഡിന്റെ കാര്യത്തിലാണ് എനിക്ക് കുറെ അബദ്ധം പറ്റിയത്. ഞാൻ ഹോസ്റ്റലിൽ നിന്നത്, അപ്പോൾ എന്തൊക്കെയോ ഫുഡ് അങ്ങ് വാരി കഴിക്കുമായിരുന്നു. ഞാൻ വിചാരിച്ചത് ജിമ്മിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല രീതിയിൽ ഫുഡ് കഴിക്കണം. അപ്പോൾ കിട്ടുന്ന ഫുഡെല്ലാം കഴിക്കുമായിരുന്നു. അപ്പോൾ കാർബല്ലേ കിട്ടുന്നത്, ചോറ്. അപ്പോൾ അതൊക്കെ അങ്ങ് വാരി കഴിക്കുമായിരുന്നു, ഒരുപാട് വാരി കഴിക്കുമായിരുന്നു. അപ്പോൾ എന്തെന്നില്ലാത്ത ഫുഡായിരുന്നു ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ആണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെയൊന്നും കഴിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് എനിക്ക് കുറെ കഴിഞ്ഞിട്ടാണ് മനസ്സിലായത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ജിമ്മിൽ പോകുമ്പോഴത്തേക്ക് പ്രോപ്പറായിട്ടൊരു ഡയറ്റ് ഷെഡ്യൂൾ നോക്കുക. അതായത് ട്രെയിനറോട് ചോദിക്കുക, അല്ലെങ്കിൽ ജിമ്മിലുള്ളവരോട് ചോദിക്കുക. അതുപോലെ നിങ്ങൾക്ക് കുറേ ഫിറ്റ്നസിൻ്റെ ആപ്സ് ഉണ്ട്. ഇപ്പം പ്ലേ സ്റ്റോറിൽ പോകുന്നുണ്ടെങ്കിൽ ഫിറ്റ്നസിൻ്റെ ആപ്സ് ഉണ്ട്. അപ്പോൾ അതിനകത്താണെങ്കിൽ ഡയറ്റ് ഷെഡ്യൂൾ പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ കേരള ഡയറ്റ് ഒക്കെ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കേരളത്തിലെ ഫുഡ്സ് ഒക്കെ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ഫുഡ് ഫോട്ടോ എടുത്ത് അയക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെ കലോറിയും നിങ്ങൾ എത്ര കഴിക്കണം, എങ്ങനെയൊക്കെ കഴിക്കണം എന്നുള്ളതൊക്കെ അതിനകത്ത് പറഞ്ഞു തരും. അതുപോലെ ഞാൻ കഴിച്ചാണെങ്കിൽ ഒരു സമയം തന്നെ ഒരുപാട് ഫുഡ് വാരി കഴിക്കാതിരിക്കുക. സ്പ്ലിറ്റ് ചെയ്ത് പ്രോപ്പറായിട്ടൊരു ടൈം കൊടുത്ത്, ഡൈജസ്റ്റ് ആവുക ഒരു ടൈം കൊടുത്തതിന് ശേഷം മാത്രം അടുത്ത ഫുഡ് കഴിക്കുക. അങ്ങനെ ഒരു പ്രോപ്പർ എന്ത് ചെയ്യുക, ഡയറ്റ് ഷെഡ്യൂൾ മെയിൻറ്റെയിൻ ചെയ്യുക. എനിക്ക് തോന്നുന്നത് ഒരു 70% ഫുഡും ബാക്കി 30% വർക്കൗട്ടും മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം നമ്മുടെ ഫുഡ് റെഡി ആയാൽ തന്നെ നമ്മുടെ പാതി പ്രശ്നങ്ങൾ കഴിയും. അതിൻ്റെ കൂടെ ഒരു പ്രോപ്പർ വർക്കൗട്ടും കൂടെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി വേഗം തന്നെ ഷേപ്പ് ആവും. അതുപോലെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ നല്ല ഫുഡ് കഴിക്കാൻ നോക്കുക. നല്ല ഫുഡ് ഇൻ ദ സെൻസ് നമ്മുടെ ബോഡിയുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ഫുഡ് കഴിക്കാൻ നോക്കുക. ഇനി എനിക്ക് ലാസ്റ്റ് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഹൈജീൻ. ജിമ്മിൽ പോകുമ്പോൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഹൈജീൻ. ഇപ്പോൾ ജിം ഓൾറെഡി നല്ല ജിമ്മാണെന്നുണ്ടെങ്കിൽ അവരുടെ ഹൈജീനും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മുടെ പേഴ്സണൽ ഹൈജീൻ അത് നമ്മൾ തന്നെയാണ് നോക്കേണ്ടത്. ജിമ്മിൽ പോകുമ്പോൾ ഒരു ടവൽ കൊണ്ടുപോവുക. ആ ടവൽ മറ്റാർക്കും ഷെയർ ചെയ്യാതിരിക്കും, നമ്മൾ തന്നെയായിരിക്കും യൂസ് ചെയ്യേണ്ടത്. അതുപോലെ കോട്ടൺ ടീഷർട്ടൊന്നും ഇടാതെ സ്വെറ്റ് ടീഷർട്ട്സ് വാങ്ങിക്കാൻ കിട്ടും, അത് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ജിം എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ജിമ്മിൻ്റെയൊക്കെ യൂസ് ചെയ്യുന്ന ടീഷർട്ട്സും അതുപോലെ ഷോർട്ട്സൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെയുള്ള ഡ്രസ്സസ് യൂസ് ചെയ്യുക, അല്ലാതെ കോട്ടൺ ഒന്നും യൂസ് ചെയ്യരുത്. പിന്നീട് ഈ ടവലായാൽ തന്നെ, അല്ലെങ്കിൽ ഇടുന്ന ഡ്രസ്സൊക്കെ ആണെങ്കിൽ തന്നെ അത് അന്നന്ന് കൊണ്ടുവന്ന് കഴുകിയിടാൻ നോക്കുക. അല്ലെങ്കിൽ പിറ്റേ ദിവസമായാലും കുഴപ്പമില്ല, കഴുകിയിടുക. നമ്മൾ പിന്നെയും ഇട്ടത് തന്നെ ഇടാൻ നിൽക്കരുത്, അത് പ്രോബ്ലംസ് ഉണ്ടാക്കും. അതുകൊണ്ട് കഴുകി യൂസ് ചെയ്യുക. നമ്മൾ ജിമ്മിൽ പോകുന്നതും വർക്കൗട്ട് ചെയ്യുന്നതും ഫുഡ് കഴിക്കുന്നതും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ പറയുന്ന പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരും. പ്രത്യേകിച്ച് സ്കിൻ ഡിസീസ് ഉറപ്പായിട്ടും വരും, ഗ്യാരണ്ടിയാണ്. സ്കിൻ ഡിസീസ് എന്തായാലും വരും. അതുകൊണ്ട് പ്രോപ്പറായിട്ട് പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നീട് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ജിമ്മിലൊക്കെ പോകുമ്പോൾ അവർ പറഞ്ഞിരുന്ന കാര്യങ്ങളായിരിക്കും. അതായത് വെറുതെ പോകരുത്. ജിമ്മിൽ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവണം, ഒരു ഡിസിപ്ലിൻ ഉണ്ടാവണം. അതുപോലെ തന്നെ വർക്കൗട്ട്സിൻ്റെ കാര്യങ്ങളായാലും സ്പ്ലിറ്റ് ചെയ്ത് വർക്കൗട്ട് ചെയ്യണം. ഓരോ വർക്കൗട്ടും കഴിഞ്ഞൊരു റെസ്റ്റ് പീരീഡ് കൊടുക്കണം. ഓരോ വർക്കൗട്ട് ഇൻ ദ സെൻസ് രണ്ട് കാര്യമുണ്ട്. അതായത് ഇപ്പം നമ്മൾ ചെയ്യുന്ന ബൈസെപ്സിൻ്റെ ഒരു വർക്കൗട്ട് ചെയ്യുന്നു അവിടെ പോയിട്ട്, അപ്പോൾ ആ ഒരു വർക്കൗട്ട് ഇപ്പോൾ 12 എണ്ണമാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് നിശ്ചിത സമയം കൊടുത്തിട്ട് അടുത്ത വർക്കൗട്ടിലേക്ക് പോകാവൂ. അതുപോലെ ഡേയ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ ഇന്ന് ബൈസെപ്സ് ചെയ്തു, പിറ്റേ ദിവസം ബൈസെപ്സ് തന്നെ ചെയ്യരുത്, അതിനൊരു റെസ്റ്റ് കൊടുക്കുക. അപ്പോൾ ആ റെസ്റ്റ് കഴിഞ്ഞ ശേഷമേ പിന്നീട് ആ മസിലിലേക്ക് പോകാവൂ. ആ ഒരു റെസ്റ്റും കൂടെ കൊടുക്കണം. അതുപോലെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോകണം. ഒരു പ്രോഗ്രസീവായിട്ട് വേണം പോകാനായിട്ട്. 0 എന്ന് തുടങ്ങുക, നമ്മളങ്ങ് അങ്ങോട്ട് പോവുക. ഓക്കെ. ഇപ്പോൾ വെയിറ്റിൻ്റെ കാര്യത്തിൽ തന്നെ പ്രോഗ്രസീവ് ഓവർലോഡ് എന്നുള്ള കാര്യം മൈൻഡിൽ വെക്കണം. ചെറിയ വെയിറ്റിൽ തുടങ്ങി വെയിറ്റ് ഇൻക്രീസ് ചെയ്ത് റെപ്സ് ഇൻക്രീസ് ചെയ്ത് അങ്ങനെ വേണം പോകാനായിട്ട്. പിന്നീട് മെഷീൻസ് ആയാലും അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ഓരോ കാര്യങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. കാര്യം നമുക്ക് ഇഞ്ചുറി പറ്റരുത്, അതുപോലെ നമ്മുടെ കൂടെ വർക്കൗട്ട് ചെയ്യുന്നവർക്കും ഇഞ്ചുറി ഒന്നും പറ്റരുത്. അതുപോലെ ഞാൻ ചില ജിമ്മിലൊക്കെ കണ്ടിട്ടുള്ള കാര്യമാണ്, ഒരുപാട് വെയിറ്റ് ഒക്കെ ഇട്ട് ചുമ്മാ വാരി അടിക്കും, ഷോ കാണിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ. ഇപ്പം ജിമ്മിൽ നമ്മളെല്ലാം ഒരുപോലെ വർക്കൗട്ട് ചെയ്യുന്നവരാണ്. ചിലപ്പോൾ അറിയാത്തവരുണ്ടാവും, ചിലപ്പോൾ അറിയുന്നവരുണ്ടാവും, ചിലപ്പോൾ പുതിയതായിട്ട് വരുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെ കളിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരെയും ഒരുപോലെ കാണുക. നമുക്ക് അറിയാത്തവരാണെങ്കിൽ നമ്മൾ അവരോട് ചോദിക്കുക. അപ്പോൾ വരുന്നവരൊക്കെ അറിയത്തില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതുപോലെ വലിയ ഷോ ഒന്നും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ കാണിക്കുന്നവരെ മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല. പിന്നീട് ട്രെയിനർമാരുണ്ടാവും, അവരോട് ചോദിച്ച് കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. ഇഞ്ചുറി ഒന്നും പറ്റിക്കരുത്. കാര്യം നമുക്കൊരു ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്നത്തേക്കും അതൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മൈൻഡിൽ വെക്കുക. നല്ല ജിമ്മിലും നല്ല ട്രെയിനർ, അതുപോലെ പോസ്റ്റർ കാര്യങ്ങൾ, വർക്കൗട്ട് ചെയ്യുമ്പോഴുള്ള ഡിസിപ്ലിൻ, ഇതൊക്കെ നോക്കുക. എന്നിട്ട് ഫുഡും കൂടെ നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡി ഒപ്പിച്ചെടുക്കാൻ പറ്റും.